ദിവസം ഒരു ക്വസ്റ്റ്യൻ ഒരു മെസ്സേജ് ആയിട്ട് ഒരു പേഴ്സൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. ആ മെസ്സേജ് എന്താണെന്ന് ഞാൻ വായിക്കാം. ചോദ്യം ഇങ്ങനെയാണ്: താൻ 35 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ആദ്യം ഒരു വിവാഹം നടന്നു. വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചു, പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്തു. മാനസികമായി മനസ്സിലാക്കാനും അടുക്കാനുമുള്ള സമയം വീട്ടുകാർ നൽകി. വിവാഹം ഉറപ്പിച്ചു. 1 വർഷത്തിന് ശേഷമാണ് വിവാഹിതരായത്. പക്ഷേ ആ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല. വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നു. തുടർന്ന് ആ ബന്ധം വേർപെട്ടു. ഇപ്പോൾ മറ്റൊരു വിവാഹം ശരിയായി വന്നിരിക്കുന്നു. വിവാഹത്തിലേക്ക് അടുക്കും തോറും വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നു. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നു. ഇത് പാസ്റ്റ് ലൈഫിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നമാണോ മാഡം എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഓരോ ബന്ധങ്ങളും സംഭവിക്കപ്പെടുമ്പോൾ പാസ്റ്റ് ലൈഫുമായിട്ട് ധാരാളം അടുപ്പമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു അന്ധവിശ്വാസമാണോ അല്ലെങ്കിൽ നേരം പോക്ക് പറയുകയാണോ എന്നൊക്കെ തോന്നും. തികച്ചുമല്ല. നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, നമ്മൾ ഇടപെടുന്ന ബന്ധങ്ങൾ, ഭാര്യ, ഭർത്താവ് തുടങ്ങി എല്ലാ ബന്ധങ്ങളിലും പാസ്റ്റ് ലൈഫുമായിട്ട് ധാരാളം കണക്ഷനുണ്ട്. എന്തുകൊണ്ടാണ് ആദ്യത്തെ വിവാഹത്തിൽ ഇങ്ങനെ സംഭവിച്ചതെന്നും പിന്നീടുള്ള വിവാഹത്തിലേക്ക് പോകുമ്പോൾ ട്രോമയും കണക്ട് ചെയ്യുന്നത് എന്താണെന്നൊന്നും നമുക്ക് പരിശോധിക്കാം. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്ന ആദ്യ വിവാഹം അത് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരുന്നില്ല എന്നുള്ളത് ഈ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് പാസ്റ്റ് ലൈഫായിട്ട് എങ്ങനെ കണക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ജന്മത്തിൽ, അതായത് നമ്മൾ അച്ഛനെയും അമ്മയെയും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പരലോകത്ത് വെച്ച് നമ്മുടെ സോള് ഒരു എഗ്രിമെന്റ് തയ്യാറാക്കുന്നുണ്ട്. ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ കുറേയേറെ കർമ്മകൾ നമുക്കുണ്ട്. ആ കർമ്മകളെയെല്ലാം ഞാൻ ഭേദമാക്കിക്കൊള്ളാം. അസുഖം ഭേദമാക്കുന്നത് പോലെ തന്നെയാണ് കർമ്മയെ ഭേദമാക്കേണ്ടത്. കർമ്മയെല്ലാം ഞാൻ ഭേദമാക്കിക്കൊള്ളാം. അതിലൊരു തിരിച്ചറിവ് വന്ന് ആ കർമ്മയെ ഞാൻ ക്ലിയർ ചെയ്യാം എന്നുള്ള എഗ്രിമെന്റ് തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കപ്പെടുന്നത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആ ഒരു ബർത്ത് എടുത്ത സമയത്ത്, സോൾ ഒന്നേ ഉള്ളൂ, ബർത്ത് പലവട്ടം എടുക്കുന്നു. ഓരോ ജന്മത്തിന്റെയും നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടാണ് എത്ര ജന്മങ്ങൾ ഒരു സോൾ എടുത്തു എന്ന് മനസ്സിലാക്കുന്നത്. അതിലൂടെ ഈ വ്യക്തിയുടെ ജന്മം എത്രാമത്തെ ജന്മമായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നു. പ്രകാരം നമ്മൾ ആ ജന്മത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, കഴിഞ്ഞ ജന്മത്തിന്റെ ഈ എഗ്രിമെന്റ് പ്രകാരം ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ആ ആദ്യ ജന്മത്തിൽ സംഭവിക്കപ്പെട്ട വളരെ അപരാധകരമായ ഒരു എഗ്രിമെന്റ് അവർ തമ്മിലുണ്ടായിരുന്നു. ഒരു കർമ്മ ക്ലിയറൻസ് ആ വ്യക്തികൾ തമ്മിലുണ്ടായിരുന്നു. ഈ ഭൂമിയിലേക്ക് വീണ്ടും ജനിക്കപ്പെട്ട് വന്ന സമയത്ത് ഇദ്ദേഹം തന്നെ വീണ്ടും ഇവരുടെ ഭർത്താവായി വരികയും ആ എഗ്രിമെന്റ് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം സംഭവിക്കപ്പെടുകയും ചെയ്തു. ആദ്യ ജന്മത്തിലുണ്ടായിരുന്ന ട്രോമ വീണ്ടും കണക്ട് ചെയ്തു. അത് ഈ ജന്മത്തിലേക്ക് വന്നു. ഈ ജന്മത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും അത് മാനസിക അസ്വസ്ഥതകളിലേക്കും സമ്മർദ്ദങ്ങളിലേക്കും വഴിവെച്ചു. ഇനി ഒരു ജീവിതത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള പാസ്റ്റ് ലൈഫിന്റെ കർമ്മ ക്ലിയറൻസ് നടത്താതെയുള്ള ബന്ധങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടി വരുമ്പോൾ ആ ഒരു ബന്ധത്തിന്റെ ഉലച്ചിലിന്റെ പേടിയാണ്, ആശങ്കയാണ് വീണ്ടും ഒരു ജീവിതത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ബന്ധത്തിലേക്ക് പോവുക, വിവാഹത്തിലേക്ക് പോവുക എന്ന സമയത്ത് ട്രോമയായിട്ട് കണക്ട് ചെയ്യും. ആ ഒരു ജന്മത്തിന്റെ ട്രോമ കണക്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു വ്യക്തിത്വവുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ ഉൾപ്പെടുന്ന ഓരോരുത്തരോടും ഇടപെടുമ്പോൾ നമ്മളുടെ എനർജിയുമായിട്ട്, നമുക്കൊരു ശാരീരിക എനർജി ഉണ്ട്, മനുഷ്യനൊരു എനർജി ഉണ്ട്. ആ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത്, എന്ത് കർമ്മ ബാധ്യതയായിരിക്കും ഈ വ്യക്തികളോട് നമുക്ക് ഒത്തുപോകാൻ പറ്റാത്തത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു സ്റ്റഡി നടത്തുക, എനർജി റീഡ് ചെയ്യുക. അതിനുശേഷം ആ എനർജിയിലുള്ള എന്താണോ ബാക്കിയുള്ള കർമ്മ ബാലൻസ് ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ വളരെ മനോഹരമാക്കി എടുക്കാൻ സാധിക്കും. അവിടെ നമ്മുടെ മനസ്സിന്റെ ഐക്യവും ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ജീവിതത്തിന്റെ താളവും, ഒരു ഹാർമണി എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഹാർമണി വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പറയുന്നത്, PLR ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, പല കാര്യങ്ങളും നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ബന്ധങ്ങൾ തമ്മിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉലച്ചിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ. ഇതിനെല്ലാം ക്ലിയർ ചെയ്യാൻ മറ്റൊരു ജന്മം അപ്പോഴേ നോക്കിയാൽ മതിയല്ലോ എന്ന് പറയുന്ന ചിലരുണ്ട്. ഈ ജന്മത്തിൽ ക്ലിയർ ചെയ്യാൻ പറയുമ്പോൾ അതുണ്ടാകുമ്പോഴല്ലേ അപ്പൊ നോക്കാം.
യഥാർത്ഥത്തിൽ അതൊരു തെറ്റായ ധാരണ മനസ്സിൽ വെച്ച് പുലർത്തുന്നതാണ്. അതൊരിക്കലും ചെയ്യരുത്. ഈ ജന്മത്തിൽ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ അഹംഭാവം വിടിഞ്ഞ് അഹംബോധത്തിലൂടെ അതിനെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശിഷ്ട ജീവിതത്തിൽ കർമ്മ ക്ലിയറൻസ് ചെയ്ത് നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കും. എനിക്ക് ഈ ചോദ്യം ചോദിച്ച വ്യക്തിയോട് പേഴ്സണലായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. കൂടാതെ ഈ ചോദ്യത്തിന് അടിസ്ഥാനമായിട്ടാണല്ലോ നമ്മൾ ഇന്നത്തെ ചർച്ച വന്നത്. അതുകൊണ്ട് തന്നെ അതിലെനിക്ക് പറയാനുള്ളത്, എവിടെയാണ് ഉലച്ചിലുകൾ പറ്റുന്നത്, ഏത് ബന്ധത്തിലാണ് നമുക്ക് കംഫർട്ട് സോണിലൂടെ പോകാൻ പറ്റാത്തത് എന്ന് വന്നാൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എനർജിയും ആ വ്യക്തിയുടെ എനർജിയും ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കർമ്മ ക്ലിയർ ചെയ്ത് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ബ്യൂട്ടിഫുൾ ആയ ഒരു തലത്തിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.